കെപിസിസി പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന സമരാഗ്നി ജാഥയ്ക്ക് മാവേലിക്കരയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. മാവേലിക്കര, ചെങ്ങന്നൂർ, കായംകുളം, ഹരിപ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. കേരളം ഭരിക്കുന്ന പിണറായി വിജയനും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും നാടിന്റെ സ്പന്ദനം ഉൾക്കൊണ്ട് ഭരണം നടത്തുന്നവരല്ലെന്നും കെപിസിസി പ്രസിഡന്റ് കെ. സുധാകരൻ കുറ്റപ്പെടുത്തി. മാവേലിക്കര, ചെങ്ങന്നൂർ, കായംകുളം, ഹരിപ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സമരാഗ്നി ജാഥയ്ക്ക് മാവേലിക്കരയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകിയത്. ആയിരക്കണക്കിന് പ്രവർത്തകർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളം ഭരിക്കുന്ന പിണറായി വിജയനും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും നാടിന്റെ സ്പന്ദനം ഉൾക്കൊള്ളുന്നവരോ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരോ അല്ലെന്ന് കെപിസിസി പ്രസിഡന്റ് കെ. സുധാകരൻ കുറ്റപ്പെടുത്തി. ഇവിടെ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കേരളം ഭരിക്കുന്ന പിണറായി വിജയനും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ഈ രാജ്യത്തിന്റെ സ്പന്ദനം ഉൾക്കൊള്ളുന്നവരല്ല, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനും ജാതീയമായും മതപരമായുമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനും സ്വന്തം പാർട്ടിയെ ഘടിപ്പിക്കാനും സ്വന്തം കുടുംബത്തെ സാമ്പത്തിക കരുത്തുള്ളവരാക്കി മാറ്റാനും ഭരണം ദുരുപയോഗം ചെയ്യുന്ന രണ്ട് ഭരണ നേതാക്കളാണ്. രമേശ് ചെന്നിത്തല MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് ചെന്നിത്തല ആരോപിച്ചു. കുക്കിംഗ് ഗ്യാസിന്റെ വില മൻമോഹൻ സിംഗ് വലിച്ചപ്പോൾ 400 രൂപയായിരുന്നു. ഇന്ന് അത് 1200 അല്ലേ? കുക്കിംഗ് ഗ്യാസിന്റെ 1200 വർദ്ധിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനങ്ങൾ എവിടെ? ഇന്നിപ്പോ ടെലിവിഷൻ തുറന്നാൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ പറ്റിയാണ് പറയുന്നത്. അതോടൊപ്പം വേറൊന്നും കൂടി പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ എയിംസ് ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞു. കേരളത്തിൽ ഇതുവരെ എയിംസ് കിട്ടിയിട്ടില്ല. പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പാക്കാൻ കഴിയാത്ത ജനവിരുദ്ധമായ ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. AR ജംഗ്ഷനിൽ നിന്നുമാണ് ജാഥയെ സ്വീകരിച്ചാനയിച്ചത്. ആലപ്പുഴ DCC പ്രസിഡന്റ് B. ബാബുപ്രസാദ് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസിന്റെയും UDFന്റെയും വൻ നേതൃനിര വേദിയിലും സദസ്സിലും പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.